നമ്മളൊരു കുട്ടി വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം. ഹലോ, വെൽക്കം ബാക്ക്. ഐഷാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ ഇത് ഒരു വീക്കെൻഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഭയങ്കര ടയർഡായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഹീസൂട്ടൻ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നേ. ഒരു 3 മണി വരെയും ഉണർന്നിരുന്ന് കരച്ചിലായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റ് ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമസ്കരിച്ചിട്ട് ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹീസൂട്ടൻ നല്ല ഉറക്കമാണ്. ഇന്നലെ നല്ല കരച്ചിലായിരുന്നു. ഞാനും ഇക്കായും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ നന്നായിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അപ്പോൾ 3 മണി വരെ നമ്മളും ഉണർന്നിരിക്കുകയായിരുന്നേ. എന്നിട്ട് ഇക്ക എങ്ങനെയാണോ എന്തോ ഒന്ന് രാവിലെ തന്നെ കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമസ്കരിച്ചതിന് ശേഷം വന്ന് ഹീസൂട്ടൻ്റെ കൂടെ നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇക്ക വന്ന് വിളിച്ചപ്പോഴാണ് നമ്മൾ എഴുന്നേക്കുന്നത് കേട്ടോ. കാരണം അത്രയും കിളി പറന്ന് ഉറങ്ങിപ്പോയി. കാരണം അത്രത്തോളം ക്ഷീണം ഉണ്ടായിരുന്നേ. ഹീസൂട്ടൻ ഇന്നലെ ഒട്ടും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ കക്ഷി ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാനൊരു 10:30 ആയപ്പോൾ വോയിസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാറൊക്കെ അത് പാളിപ്പോയി. 12 മണിയായപ്പോൾ ആൾ എഴുന്നേറ്റ് പിന്നെ ഒരു വിധത്തിൽ ഉറങ്ങുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ നല്ല ക്ഷീണമായിട്ട് ഉറങ്ങായിരുന്നു. ഞാൻ തലേ ദിവസം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തായാലും വ്ളോഗ് എടുക്കണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചങ്ങ് എടുക്കാമെന്ന്. നല്ലൊരു മടിയുള്ളൊരു ദിവസമാണ്. ഒട്ടും തന്നെ വയ്യ. അത്രയ്ക്കും കിളിപോയിരിക്കുകയാണ് ഉറക്കമൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇക്ക പോയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും എഴുന്നേറ്റ് ഉണ്ടാക്കണ്ട, ഞാൻ വന്നതിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും നമ്മൾ ഉറങ്ങാത്തത് കൊണ്ട്. അപ്പോൾ ഇക്ക ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അതിന് ശേഷം ഇക്ക വന്നപ്പോഴേക്കും ഞാൻ ഹേസൂട്ടനുള്ള കുറുക്കും ഉണ്ടാക്കി നമുക്കുള്ള ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇക്ക വന്ന് എന്നെ വിളിച്ചപ്പോഴേക്കും ഹേസൂട്ടനും കൂടെ എഴുന്നേറ്റ്. ഇക്കായെ കണ്ട ഉടനെ തന്നെ അവൻ്റെ കാർ എടുത്തുകൊണ്ട് വന്ന് അതിനകത്തിരുന്ന് ഓടിക്കാനായിട്ടിരുന്ന് പിടിച്ച് കരച്ചിലായിരുന്നു. പിന്നെ ഇന്നലത്തെ ആ ഒരു മൂഡിൽ തന്നെ വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ പിണക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ വലിയ പ്രശ്നമായിരുന്നു ഇന്നലെ രാത്രി. പുള്ളിക്ക് ഇത്തിരി വാശിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പം അങ്ങനെ ഇടയ്ക്കൊരു ഉറക്കാറില്ല കേട്ടോ. അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് ഉറങ്ങട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. ഒരു 5-5:30 ആവുന്ന സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇക്ക വരുന്ന ആ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അവ എഴുന്നേൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മളങ്ങനെ ഉറക്കാറില്ല. അപ്പോൾ നേരത്തെ കിടത്തി ഉറക്കാമല്ലോ എന്ന് വിചാരിച്ചൊരു 10 മണിയൊക്കെ ആകുമ്പം കിടത്തി ഉറക്കാൻ നോക്കിയാലും അവൻ ഉറങ്ങത്തില്ല. അവന് ഒരു 12 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ അടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ കരയും കേട്ടോ. അപ്പോൾ വോയിസ് ഓവറൊക്കെ ചെയ്യാനായിട്ട് നല്ല കഷ്ടപ്പാടാണ്. അപ്പം രാവിലെ ആണെന്നുണ്ടെങ്കിലും പൂച്ച ഉറക്കാണ്, രാത്രിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റതിന് ശേഷം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് അവനറിയാവുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിട്ട് കരച്ചിലാണ്. ഞാൻ അടുത്തില്ലാത്തത് കൊണ്ടും അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ക് വേണം എന്നുള്ളത് കൊണ്ടും അവൻ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പോഴേ വന്ന് അവൻ്റെ അടുത്ത് കിടക്കും. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോഴേ അറിയാനായിട്ട് പറ്റും. ഇതിനെന്തെങ്കിലും ടിപ്പ് ഉണ്ടോ എന്നുള്ളത് അമ്മമാരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണേ. രാത്രി ഉറങ്ങാതിരിക്കുക എന്നുള്ള ശീലം പോലെ തന്നെയാണ് രാത്രി ഡ്രസ്സ് ഇട്ടിട്ട് കിടക്കാനായിട്ട് ഒട്ടും സമ്മതിക്കില്ല കേട്ടോ. വൈകിട്ടൊന്ന് ദേഹം കഴുകും കേട്ടോ. ഉച്ചയ്ക്ക് കുളിപ്പിക്കുന്നതല്ലാതെ വൈകിട്ട് ദേഹം കഴുകി കൊടുക്കും. കാരണം നല്ല ചൂടായി തുടങ്ങി ഇവിടെ. അങ്ങനെ ദേഹം കഴുകി കഴിഞ്ഞാൽ പിന്നീട് ഉടുപ്പിടാനേ സമ്മതിക്കില്ല. ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ 2-3 ദിവസത്തെ ഒരു ശീലമാണ് ഉടുപ്പിടാണ്ട് കിടക്കുന്നത്. AC ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുന്നത് എങ്കിലും അവൻ ഉടുപ്പിടാറില്ല. അങ്ങനെ രാവിലെ തന്നെ ഡയപ്പറൊക്കെ മാറ്റിയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ അത് എളുപ്പമായിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് നല്ല കിളി പോയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. രാവിലെ കണ്ണ് തുറക്കാനേ വയ്യാണ്ടായിരുന്നു. ഇക്ക രാവിലെ ഒന്നും വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും നല്ല രീതിയിൽ ഉറങ്ങിയേനെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. പൂവും പെറോട്ടയൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനിവിടെ മുട്ടക്കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രഞ്ചായ ഒരു ടൈമായിരുന്നു. 11-11:30 ആയിട്ടുണ്ടായിരുന്നേ വന്ന് വിളിച്ചപ്പോൾ. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇക്കാക്ക് അതിന് ശേഷം പള്ളിയിലും പോകണം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചുമ്മാക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി. അപ്പോൾ അവിടേക്കും പോകണം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഹീസൂട്ടന് ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഹേസൂട്ടന് വേണ്ടിയിട്ട് കുറുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും അവന് പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുകയെ അതൊരു ശീലമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളോട് ഒപ്പം ഇരുന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ കഴിപ്പിക്കാറുണ്ട്. അപ്പോൾ അവൻ്റെ ഹൈ ചെയറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് അപ്പം അവന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എനിക്കാണ് അപ്പം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ബെറോട്ട അങ്ങനെ ഇഷ്ടമല്ല. ഇക്കാക്കാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ ബെറോട്ട. അപ്പോൾ ഇന്ന് ബെറോട്ട കഴിക്കാനുള്ളൊരു മൂഡില്ലാത്തതായിരുന്നു. പക്ഷേ നല്ല സോഫ്റ്റ് ബെറോട്ട ആയതുകൊണ്ട് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഹീസൂട്ടന് പക്ഷേ
അപ്പമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹീസൂട്ടന് കുറച്ച് അപ്പം 2-3 പീസാക്കി അവൻ്റെ ഹൈ ചെയറിൽ ഒരു പ്ലേറ്റിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവന് കഴിക്കാനായിട്ട് ഭയങ്കര പാടാണ്, പക്ഷേ നമ്മളവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പഴയ മൂവിയൊക്കെ ഇട്ടുകൊണ്ടിരുന്നാൽ അവനും അതിനകത്ത് നോക്കിയൊക്കെ കഴിച്ചോളും. അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. അവന് കുറുക്കെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് മാത്രം അവന് കാർട്ടൂൺ എന്തെങ്കിലും ഇടണം, അല്ലെങ്കിൽ അവന് ഭയങ്കര പാടായിരിക്കും. ഒറ്റയ്ക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചോറൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ കാത്തൊക്കെ ഇട്ട് കൊടുക്കും. നമ്മുടെ ആ ഒരു ഇതായിരിക്കും. എനിക്കും എന്തെങ്കിലും ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് പഴയ സിനിമയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാക്കാറില്ല. അവന് കുഞ്ഞിലെ മുതലേ 8 മാസം മുതലേ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ വീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തെങ്കിലും ഒറ്റയ്ക്കൊക്കെ കഴിച്ച് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ പ്ലേറ്റിൽ ഇട്ട് കൊടുക്കും. വലിയ കഴിപ്പൊന്നുമില്ല. ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നുള്ളിപ്പറക്കി കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അല്ലാണ്ട് ഇതൊക്കെ ഭയങ്കര പാടാണേ. അപ്പവും ഇതൊക്കെ ഉമ്മച്ചി നാട്ടിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മൊരിയിച്ചിട്ട് അവന് കൊടുക്കാറുണ്ട്. അതേപോലെ ഞാനിപ്പോൾ ദോശയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതേപോലെ കുറച്ചുകൂടെ ക്രിസ്പി ആക്കിയിട്ട് അവന് കൊടുക്കാറുണ്ട്. ഇഷ്ടമാണ് അവന്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പുള്ളി 2-3 കടിയൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങ് താഴേക്ക് ഇട്ടായിരുന്നേ. എങ്കിലും കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ലാതെ താഴെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ 2 പേരും കഴിക്കാനായിട്ട് സമ്മതിക്കില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ ഹൈ ചെയറും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി. ഒരു അപ്പത്തിന് ഇത്രയും കഷ്ണങ്ങളാക്കാൻ പറ്റുമെന്നുള്ളത് അവൻ്റെ ഹൈ ചെയർ വൃത്തിയാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൈസ്. അത്രയ്ക്കും 14 ഞുറുക്കുകളായിട്ട് ഒരു കഷ്ണം തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കഴിക്കില്ല, പക്ഷേ അത് മൊത്തം ആക്കിയിട്ടുണ്ട്. അത് വൃത്തിയാക്കിയ സമയം കൊണ്ടൊക്കെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നേ. വൃത്തിയാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഹീസുട്ട് ആ കുറുക്ക് കുടിക്കാന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് ആ റൂമിൽ വന്ന് കഥ അടയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബൗ എന്നൊക്കെ പറഞ്ഞ് പേടിയാക്കും. ചില ദിവസങ്ങളിൽ അടച്ചിട്ട് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ പേടിയാക്കുവേ, അകത്താരോ ഉണ്ട് വരും എന്നൊക്കെ പറഞ്ഞാലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ചമ്മിപ്പോവും. ഇപ്പോൾ ഉള്ള കോമഡി എന്ന് പറഞ്ഞാൽ ഒരു കഥ അടച്ചിട്ട് മറ്റേ കഥവ് ഞാൻ പതുക്കെ അങ്ങ് ചാരുവേ. അപ്പോൾ അവൻ്റെ വിചാരം ഞാൻ എവിടെയോ കഥവൊക്കെ അടച്ചിട്ട് പോകുന്നെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരും. എന്നിട്ട് ഉമ്മയെന്ന് വിളിക്കും. അപ്പോൾ ഞാൻ തുറന്നു കൊടുക്കും. അല്ലാണ്ട് കഥ അടച്ചിട്ട് എത്ര നേരം വേണമെങ്കിലും തിന്നോളും. ഞാൻ ചില ദിവസങ്ങളിൽ വിചാരിക്കും അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ എനിക്കവിടെ വിൻഡോ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. അതുകൊണ്ടൊരു 10 സെക്കൻഡിനകം ഞാൻ തുറക്കും. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ തന്നെ കഥവ് തുറന്നിട്ട് ഞാൻ കുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇന്ന് ഹെൽത്ത് മിക്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രാവിലെ എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടായിരിക്കും. ഇന്നലെ നന്നായിട്ട് വിശന്നിരുന്നത് കൊണ്ട് കുറച്ച് കഴിക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നായിരിക്കും. അങ്ങനെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെയൊക്കെ നമസ്കരിക്കാനൊക്കെ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് കുറച്ച് വാഴയിലയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. വിഷുവൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ അടുത്ത് മോളിൽ നല്ല വാഴയില ഇരിക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ ഇതിവിടെ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും മൂടില്ലായിരുന്നു ഗൈസ്. ഇത്രയെങ്കിലും എനിക്ക് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് എന്തെങ്കിലും ആ ഒരു വാഴയിലയിൽ കാണിച്ചേനെ. അതിന് ഒട്ടും വയ്യായിരുന്നു. കാരണം എന്തോ ഒരു വയ്യായ്കയായിരുന്നു. രാവിലെ ഉറങ്ങിയിട്ട് പോലും അവൻ ഫുള്ള് പാലുകുടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് എന്തായാലും എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാമെന്ന്. ഇക്കായും വന്നതിന് ശേഷം നമ്മൾ രാവിലെ ഹെവി ആയിട്ട് കഴിച്ചത് കൊണ്ട് തന്നെ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച കഞ്ഞിയും പയറും ആക്കാമെന്ന്. ഹീസുട്ടനും കൊടുക്കാമല്ലോ, പിന്നെ ക്ഷീണത്തിനും നല്ലതല്ലേ എന്ന് വിചാരിച്ചു. കാരണം ഗൈസ് അത്രയ്ക്ക് വയ്യായിരുന്നു. പനി പിടിച്ച പോലെ ആയിരുന്നേ. ഉണർന്നിരുന്നിട്ട് ഫുള്ള് കരച്ചിലും കാര്യങ്ങളും വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു കേട്ടോ അവൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അരിയും പയറും കൂടെയൊക്കെ കഴുകി കുക്കറിലിട്ടതിന് ശേഷം ഞാൻ നമസ്കരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ലോഹറൊക്കെ നമസ്കരിച്ച് കുറച്ച് നേരം കഫൊക്കെ ഓതിയതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്ന് ചമ്മന്തിയും കാര്യങ്ങളൊക്കെ അരയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ ഒരു പണി തീർത്ത് വെച്ചാൽ എനിക്ക് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ദാ ഗൈസ് രണ്ടും കൂടെ കിടന്നങ്ങ് ഉറങ്ങി. ഇങ്ങനെ ഇരുന്ന് കാര്യവും പറയും, രണ്ടും കൂടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അതേപോലെ ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഞാനൊന്ന് കിടക്കാനായിട്ട് പോയ 2 പേരും ഉണർന്നിരിക്കും. അങ്ങനെയാണ് ഇവർ 2 പേരും. ഇക്കാടെ ഉറക്കമായിരിക്കും ഹീസുട്ടനും കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അള്ള പഠിച്ചവനെ മറ്റേ കാവ്യമതവും പറഞ്ഞ പോലെയാണ് അങ്ങനെ വന്ന് കിടക്കും. പക്ഷേ ഇക്കായും ഹീസും ഒരുപോലെയാണ്. പെട്ടെന്നങ്ങ് ഉറങ്ങും, പെട്ടെന്നങ്ങ് എണീക്കുകയും ചെയ്യും. കുറച്ച് നേരം ഉറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഹേസുട്ടൻ ഉണർന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഹേസുട്ടൻ ഇക്കായും ഉണർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹേസുട്ടന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ച് കഞ്ഞിയൊക്കെ പ്ലേറ്റിലേക്ക് ആക്കി. പിന്നെ ഞാൻ പപ്പടവും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ നഗറ്റ്സ് ഉണ്ടാക്കിയ എണ്ണയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു പൊടിയും തരികളുമാണ് ഇങ്ങനെ കിടക്കുന്നത്. ഒരു പ്രാവശ്യം യൂസ് ചെയ്തേ ഉള്ളെങ്കിൽ നമ്മൾ നഗറ്റ്സോ അല്ലെങ്കിൽ കട്ട്ലറ്റോ ഒക്കെ പൊരിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അതിൻ്റെ ആ ഒരു പൊടികളുണ്ടാവും. ആ ഒരു ബ്രെഡ് ക്രംസ് അതുപോലെ അതിൻ്റെ അടിയിലുണ്ടാവും. പിന്നെ ഞാൻ ആ എണ്ണ കളയണ്ടെന്ന് വിചാരിച്ച് ഇന്ന് കൂടി പപ്പടം പൊരിച്ചിട്ട് കളയാമെന്ന് വിചാരിച്ചേ. അപ്പോൾ പപ്പടമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം
ഹേസുട്ടന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് പോയി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പപ്പടം ചുട്ടോണ്ട് നിന്ന സമയത്ത് തന്നെ വന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ 2 എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ കൊടുത്തപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഗൈസ് ഇങ്ങനെ വന്ന് പൂക്കളം ഇടാനാണെന്നുള്ളത് അവിടെ മൊത്തം ആക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഹേസുട്ടൻ എങ്ങനെയെങ്കിലുമൊക്കെ കഞ്ഞി കൊടുത്തിട്ട് ഞാൻ കിച്ചണിലേക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇത് ഉമ്മച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും പുളിയും കൂടി എടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നൊരു ചമ്മന്തിയാണ് കേട്ടോ. നമ്മുടെ കല്ലിലൊക്കെ അരയ്ക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടും. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പറ ചോറിനം എന്ന് പറഞ്ഞിട്ട് ടാഗ് ലൈനൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ പറ്റും. മറ്റു കഞ്ഞി ഉണ്ടാക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും സ്കൂളിൽ പോകുന്ന സമയത്തും ഈ ഒരു ചമ്മന്തിക്ക് പിള്ളേർ അടിയായിരിക്കും. മാതിരി ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് മച്ചിൻ്റെ ചമ്മന്തി. അത്രയൊന്നും വരില്ല എന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി നമ്മൾ കഞ്ഞീൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. കണ്ട ജസ്റ്റ് കിർ ഇത്രയേ ഉള്ളൂ. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. നമ്മുടെ ആ ഒരു കല്ലിലൊക്കെ അരയ്ക്കുന്ന പോലെ ഇരിക്കണം കേട്ടോ, എങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം നമ്മൾ ആ ഒരു പുരട്ടിയെടുക്കുന്ന സമയത്ത് മാത്രം ഉപ്പ് ചേർക്കുക. അതിന് ശേഷം ബോളൊക്കെ ആക്കിയിട്ട് നമ്മുടെ ചമ്മന്തിയുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണല്ലോ, ഒരു ഉരുള ഉരുട്ടി വെക്കും. അപ്പോഴാണ് നമുക്ക് തൃപ്തിയാവുന്നത്. ചമ്മന്തിയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ടേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നേ. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയുടെ ഒരു ചെറിയൊരു ഫ്ലേവറും ഒക്കെ ഉണ്ട് കേട്ടോ. പച്ചമാങ്ങ കൂടി ഇതിലിടുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുളി കുറച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് പോവുകയാണ്. നല്ലൊരു ഫില്ലിങ്ങുമാണ്, എന്നാൽ ഹെൽത്തിയാണ്. ആ ഒരു ചടവങ്ങ് പോകും. രാവിലെ കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചത് കൊണ്ട് തന്നെ ആ ഒരു റിഗ്രറ്റ് അങ്ങ് മാറിക്കിട്ടും. പക്ഷെ നമ്മൾ രാത്രി കഴിച്ചത് വൻ പണിയായിരുന്നു ഗൈസ്. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം ഹേസുട്ടൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. ഹേസുട്ടനും കൂടെ കുറച്ച് നേരം വെയിലത്തൊക്കെ കളിച്ചു. ഞാനും ഹേസുട്ടനും ഒരേ വൈബാണ്. അവൻ കുഞ്ഞിലെ, അതായത് എൻ്റെ വയറ്റിലായിരുന്ന സമയത്താണെങ്കിൽ പോലും അവന് വെയിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെയിൽ കൊള്ളുന്ന സമയമൊക്കെ ഭയങ്കരമായിട്ട് അവൻ അനങ്ങുമായിരുന്നു. ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, രാവിലെ വെയിൽ കൊള്ളുന്ന ആ ഒരു വീഡിയോ. അതേപോലെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഴ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എന്തോ സണ്ണി ഡേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വെട്ടമുള്ള ഒരു ഡേ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഹേസുട്ടനെ കുളിപ്പിച്ചിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നേ. ഹേസുട്ടൻ ഉറങ്ങി ഒന്ന് എഴുന്നേറ്റ സമയത്ത് ഇക്ക ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ക്യാനിലെ വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ ഷോപ്പിൽ പോകാൻ നിന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ബാച്ചിലേഴ്സ് റൂമിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ വന്നപ്പോൾ വാഴയ്ക്കൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹളമൊക്കെ കേട്ടിട്ട് ഹേസുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നേ. അവർ കുറച്ച് നേരമൊക്കെ നിന്ന് ഹേസുട്ടനെയൊക്കെ കളിപ്പിച്ച് ഇക്കായും അവരും കൂടി ഒരുമിച്ചാണ് പിന്നീട് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നത്. ഹേസുട്ടനെയും കൊണ്ടുപോയി അങ്ങനെ ക്യാനൊക്കെ എടുത്തുകൊണ്ട് വന്നു. നാട്ടിൽ കുറച്ച് പേര് പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഇക്കായും ഹേസുട്ടനും കൂടെ പോയിട്ടുണ്ടായിരുന്നേ. അവർ പോയ സമയത്ത് ഞാൻ പിന്നെ കിച്ചണൊക്കെ ഒതുക്കിയതിന് ശേഷം ഇക്ക ഉച്ചയ്ക്ക് വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസൊക്കെ ചെയ്തിട്ട് ഞാൻ പോയി ഫ്രഷ് ആയി കേട്ടോ. ഫ്രഷായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കായും ഹേസുട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വീണ്ടും പുറത്ത് പോയിട്ട് റോസ്റ്റഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളിന്ന് നേരത്തെ കിടന്നു ഗൈസ്. കാരണം ഇക്ക ഇന്ന് കിടന്നിട്ടേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇന്ന് നേരത്തെ ഉറങ്ങി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ടാറ്റാ.